ഹായ് ആൾ. അപ്പോൾ സി-ടെറ്റ് പേപ്പർ 1-ലെ EVS പോർഷനിലുള്ള കുറച്ച് PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പാർട്ട് 1-ൽ നമ്മൾ ആൾറെഡി ഒരു 8 ക്വസ്റ്റ്യൻസ് നോക്കി. ഇത് പാർട്ട് 2 ആണ്. എല്ലാവരും കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻസ്. Assertion A. At the primary level, EVS has themes instead of topics. Reason പറയുന്നത് theme based EVS learning is easy for teachers and students as compared to topics. അപ്പം നമുക്കറിയാം പ്രൈമറി ലെവലിലുള്ള കുട്ടികൾക്ക് തീം ബേസ്ഡ് ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ തീം ബേസ്ഡ് ആയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു ടോപ്പിക് വൈസ് ആയിട്ടല്ല, ഒരു തീം, ആ തീം റിലേറ്റഡ് ആയിട്ടുള്ള പല പല സബ്ജക്റ്റിലുള്ള കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട്. നമുക്കറിയാം EVS പറയുമ്പോൾ എൻവയോൺമെൻറ്റൽ സയൻസിൽ പല കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ളത്, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ നമ്മുടെ എൻവിറോൺമെൻറ്റിനെ റിലേറ്റ് ചെയ്തുകൊണ്ട്, നാച്ചുറിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് എല്ലാം, എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഒക്കെ ഈ ഒരു EVS എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തീം എടുത്തു കഴിഞ്ഞാൽ ആ തീം റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന എല്ലാ എൻവിറോൺമെൻറ്റിനെയും കവർ ചെയ്തുകൊണ്ടാണ് ആ ഒരു തീം പോകുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പിക് മാത്രമല്ല, ഇപ്പോൾ സയൻസ് ഒരു ടോപ്പിക്, ഇപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മാത്രമല്ല കുട്ടി പഠിക്കുന്നത്. പ്ലാന്റ് എന്ന് പറയുന്നൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റിൻ്റെ എക്കണോമിക്കായിട്ട്, അതുപോലെ നാച്ചുറായിട്ട്, ദെൻ സയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, സോഷ്യൽ റിലേറ്റഡ് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് പ്രൈമറി ക്ലാസ്സുകളിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ തീം ബേസ്ഡ് ആകുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരുടെ എൻവിറോൺമെൻറ്റിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ സാധിക്കും. അത് അവർക്ക് ആ ഒരു പഠനം കുറച്ചുകൂടി എളുപ്പമാക്കി മാറ്റും. മാത്രമല്ല ടീച്ചേഴ്സിനും തന്നെ ഇത് പഠിപ്പിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, കുട്ടികൾക്ക് എക്സാമ്പിൾസൊക്കെ പറഞ്ഞു കൊടുക്കാനും അവർ തന്നെ നാച്ചുറലും എൻവിറോൺമെൻറ്റിലും സൊസൈറ്റിയിലുമുള്ള എക്സാമ്പിൾസ് അവർക്ക്, കുട്ടികൾക്ക് പരിചിതമായിട്ടുള്ള എക്സാമ്പിൾസ് അവർക്ക് നിരത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, മേലെ പറഞ്ഞിട്ടുള്ള അസേർഷന് കറക്റ്റായിട്ടുള്ളൊരു റീസൺ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് A ഈസ് ഫാൾസ് ബട്ട് R ഈസ് ട്രൂ. അതായത് ഫസ്റ്റ് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നും അതിൻ്റെ റീസൺ ശരിയാണെന്നാണ് പറയുന്നത്. സെക്കൻഡ് പറയുന്നു ബോത്ത് A ആൻഡ് R ആർ ട്രൂ ആൻഡ് R ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A. അല്ലേ കറക്റ്റായിട്ട് വരിക? പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, അതുപോലെ തന്നെ അതിന് കൊടുത്തിട്ടുള്ള റീസണും കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് ഫങ്ഷൻ ഫോർ പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഫങ്ഷൻ റിലേറ്റ് ചെയ്തിട്ട് പല പ്രാവശ്യങ്ങളായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ടു ഗിവ് സപ്പോർട്ട് ടു ദി പ്ലാന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ടു പ്രൊവൈഡ് ഹ്യൂമസ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ടു സ്റ്റോർ ഫുഡ്. ദെൻ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ്. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദി ഫങ്ഷൻ ഓഫ് റൂട്ട്സ് ആർ. ഫങ്ഷൻ ഓഫ് റൂട്ട്സ് ഏതൊക്കെയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് നമുക്കൊരു മനസ്സിലാവില്ലേ എന്താണ് ആൻസർ വരിക എന്നുള്ളത്. ഇവിടെ ടു ഗീവ് സപ്പോർട്ട് ടു ദി പ്ലാന്റ്സ്, പ്ലാന്റ്സിനെ അവിടെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് ആരാണ്? ഈ പറയുന്ന റൂട്ട്സ് തന്നെയാണ്. ടു പ്രൊവൈഡ് ഹ്യൂമസ് ഒരിക്കലും റൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. ദെൻ ടു സ്റ്റോർ ഫുഡ്, അല്ലേ, ഫുഡ് സ്റ്റോർ ചെയ്യുന്നില്ല റൂട്ടിൽ. ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയുള്ള റൂട്ട് മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദെൻ ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ്, അല്ലേ, ത്രൂ റൂട്ടാണ് ഈ ഒരു വാട്ടർ മിനറൽസൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ കറക്റ്റാണ്, ദെൻ സി ഓപ്ഷൻ കറക്റ്റാണ്, ദെൻ ഡി ഓപ്ഷൻ കറക്റ്റാണ്. അപ്പോൾ A, C and D ഇതാ ഫോർത്ത് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മാപ്പിംഗ് റിലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ മാപ്പിംഗ് റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. മാപ്പിംഗ് സ്കിൽ ഇൻ EVS ഹെൽപ്പ് ഡെവലപ്പ് the skill of drawing landscapes, the skill of predicting and calculating, recording skill,
അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് പ്ലേസസ്. ഓക്കെ, അപ്പോൾ ഈ മാപ്പിംഗ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് അതിൻ്റെ ആൻസറിൽ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെയെങ്കിലും ആയിട്ട് ഈ പറയുന്ന റിലേറ്റീവ് പൊസിഷൻ ഓഫ് പ്ലേസസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടോ നോക്കുക. ആ ഒരു ടേം വരുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ക്വസ്റ്റ്യന് ഉചിതമായിട്ടുള്ള ആൻസർ ആയിരിക്കും. ഓക്കെ, അതായത് ഈ മാപ്പിംഗ് സ്കില്ലിലൂടെ കുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിലേറ്റീവ് പൊസിഷൻ ഓഫ് പ്ലേസസ് ആണ്. ഓരോ പ്ലേസിനെയും മറ്റൊരു പ്ലേസിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന പ്ലേസ് എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ ഒരു മാപ്പ് റീഡിങ് അല്ലെങ്കിൽ മാപ്പിംഗ് സ്കിൽസ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, മാപ്പ് റീഡിങ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ് കുട്ടിക്ക് കൊടുക്കുന്നത് തന്നെ ഈ പറയുന്ന റിലേറ്റീവ് പൊസിഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ പ്ലേസിൻ്റെയും റിലേറ്റീവ് പൊസിഷൻസ് മനസ്സിലാക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ചെയ്താൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് പ്ലേസസ്. ഓക്കെ, 4th ഓപ്ഷനാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, select from the following a group of birds, each member of which is able to see distinctly the object 4 times as far as we can. ഓക്കെ, അപ്പോൾ നമ്മൾ മനുഷ്യന്മാർക്ക് കാണുന്നേക്കാളും 4 times ബെറ്റർ ആയിട്ട് എന്താണ് 4 times ദൂരെ നിന്നുകൊണ്ട് തന്നെ അത്രയും നല്ല രീതിയിൽ കാഴ്ചയുള്ള ബേർഡ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വീടുകളിൽ കോഴികളൊക്കെ വളർത്തുന്നവർക്ക് കോഴിക്കുട്ടികളെ ഈ പരുന്ത് വന്ന് കൊണ്ടുപോകാമെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അത്ര ഹൈറ്റിലാണ് ഈ പരുന്ത് പറക്കുന്നത് എങ്കിൽ കൂടി ഈ താഴെയുള്ള കുഞ്ഞു കോഴിക്കുട്ടിനെ വരെ ഈ പരുന്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. അതപ്പോൾ എന്തുകൊണ്ടാണ്? അത്രയും നമ്മളെക്കാൾ 4 times ഫാർ നിന്ന് കഴിഞ്ഞാൽ പോലും അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ താഴെ ഇരിക്കുന്ന ഈ ചെറിയ കോഴിക്കുട്ടിനെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അതായത് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ കിട്ടിയില്ലേ, ഈഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഓഫ് കോഴ്സ് ഇതുപോലെ മനുഷ്യരെക്കാളും 4 times ഫാർ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് നല്ല രീതിയിൽ വിഷനും പോസിബിളാണ്. അപ്പോൾ അത്തരത്തിലുള്ള മറ്റ് ബേർഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈഗിള്, അതുപോലെ കൈറ്റ്സ്, വൾച്ചർ, അവരൊക്കെ ഒരേ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ 4 times as far as we can, അത്രയും ദൂരത്തിൽ ദി ബേർഡ്സ് വിച്ച് ക്യാൻ സീ ഡിസ്റ്റിങ്ക്ലി ദി ഒബ്ജക്ട്സ് 4 times as far as we can, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ബേർഡ്സ് എന്ന് പറയുന്നത് ഈഗിള്, കൈറ്റ്സ്, വൾച്ചർ. ഈ ഒരു പരുന്തിൻ്റെ കാര്യം ഓർത്താൽ മതി. അപ്പോൾ അതിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്നവരാണ് ഈഗിളും, കൈറ്റ്സും, വൾച്ചറും ഒക്കെ. ഇവിടെ ആൻസർ വരുന്നത് 4th വന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് അവർ 50 students in her class, Vani wants to engage them in an activity which involves maximum number of senses to enhance learning. Which of the following activities will be suitable for this purpose? അപ്പോൾ മാക്സിമം കുട്ടികളുടെ എല്ലാ സെൻസ് ഓർഗൻസും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ലേണിംഗ് ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കണമെന്നാണ് ഈ വാന ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താഴെ പറഞ്ഞതിൽ ഏതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇൻവൈറ്റിംഗ് റിസോഴ്സ് പേഴ്സൺ ഫ്രം കമ്മ്യൂണിറ്റി ടു ഡെമോൺസ്ട്രേറ്റ് ദയർ സ്കിൽസ്. പിന്നെ രണ്ടാമത്തേത് പറയുന്നത് എൻകറേജിങ് ഗ്രൂപ്പ് ഡിസ്കഷൻ. മൂന്നാമത്തേത് പറയുന്നത് യൂസിങ് സ്മാർട്ട് ക്ലാസ് റൂം ഫോർ റെലവൻറ്റ് AV മെറ്റീരിയൽ. ദെൻ 4th ഓപ്ഷൻ പറയുന്നത് ഓർഗനൈസിങ് ഫീൽഡ് ട്രിപ്പ് ടു എ നിയർ ബൈ പ്ലേസ്. അപ്പോൾ നിയർ ബൈ എന്ന് വരെ അതിൽ കൊടുത്തിട്ടുള്ളൂ, നിയർ ബൈ പ്ലേസ്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും ഇതിൽ ആൻസർ ആയിട്ട് വരിക? കുട്ടികളുടെ എല്ലാ സെൻസസും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇവിടെ പറയുന്നത് നോക്കൂ, ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് ഒരു റിസോഴ്സ് പേഴ്സണെ കൊണ്ടുവന്നിട്ട് ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ കുട്ടികൾ സിംപ്ലി സിറ്റിംഗ് ആണ് അല്ലേ, അവർ ചുമ്മാ ഇരുന്ന് അത് കാണുന്നു കേൾക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അവരതിൽ എൻഗേജ്ഡ് അല്ല. അവരുടെ കൈ ഉപയോഗിച്ചോ അവരുടെ കാല് ഉപയോഗിച്ചോ ഒന്നും ചെയ്യുന്നില്ല, ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല. വേറായിട്ട് അവർ ഇരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ആ ഒരു ക്ലാസ് ഇരുന്ന് കാണുക മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതൊരിക്കലും വരില്ല അല്ലേ. ഇനി സെക്കൻഡ് വൺ എൻകറേജിങ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ഡിസ്കഷൻ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ആ ഒരു ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളണം എന്നില്ല അല്ലേ. നല്ലപോലെ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ അതിൽ ഉഷാറായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷേ സട്ടിലായിട്ടുള്ള കുറച്ച് കുട്ടികളും അതേസമയം ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഇതിനൊട്ടും മാച്ചല്ല. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, യൂസിങ് സ്മാർട്ട് ക്ലാസ് റൂം ഫോർ റെലവൻറ്റ് AV മെറ്റീരിയൽ. അതായത് സ്മാർട്ട് ക്ലാസ് റൂം വെച്ച് നമ്മൾ ക്ലാസ് എടുക്കുക, അവിടെയും കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഈസ് ലെസ് അല്ലേ. അപ്പോൾ ഇതും തെറ്റാണ്. ഇനി 4th വൺ നോക്കൂ, ഓർഗനൈസിങ് ഫീൽഡ് ട്രിപ്പ് ടു എ നിയർ ബൈ. അതായത് ഫീൽഡ് ട്രിപ്പ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ നടന്ന്
അവർ ആ കാര്യങ്ങളെല്ലാം എന്താണോ അവർ കാണാൻ ഉദ്ദേശിക്കുന്നത്, അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പാഡി ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവരതിൻ്റെ വരമ്പത്ത് കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും അവർ കാണുന്നു, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കൊയ്യുന്ന സമയത്താണ് കൊണ്ടുവന്നത്, അതിൽ കുട്ടികളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നു. അവർ കണ്ട് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുകയാണ്. എല്ലാ സെൻസസും അവിടെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ ഏതായിരിക്കും വരിക? 4th വണ്ണാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ സീറ്റ് 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നോക്കുന്നത്. ചിൽഡ്രൻ ക്യാൻ ബി എഫക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ EVS ലേണിംഗ് ത്രൂ. കുട്ടികളെ നല്ല എഫക്റ്റീവായിട്ട് EVS ലേണിങ്ങിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ എന്താ ചെയ്യുക എന്നാണ്. നമുക്കറിയാം, EVS ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുന്ന സമയത്ത്, പ്രൈമറി ക്ലാസ്സിലുള്ള EVS ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുന്ന സമയത്ത് അതിൽ കൂടുതലായിട്ടും നരേഷനിൽ അതുപോലെ സ്റ്റോറി ബേസ്ഡ് ആയിട്ടൊക്കെയാണ് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ഓരോ പാഠങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്തരത്തിലാണ്. ഒരു നരേഷൻ കൊണ്ടുപോകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറയുന്ന രീതിയിലൊക്കെയാണ് ആ ഒരു ഓരോ പാഠഭാഗങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഈ ടെക്സ്റ്റ് ബുക്ക് ത്രൂ എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മൈൻഡിൽ വയ്ക്കുക. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് നെഗറ്റീവ്സ്, സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത്, ബി ഓപ്ഷൻ പറയുന്നത് സ്റ്റോറീസ്, സി ഓപ്ഷൻ പറയുന്നത് എഫക്റ്റീവ് എക്സ്പ്ലനേഷൻ ഓഫ് കൺസെപ്റ്റ്സ് ബൈ ടീച്ചർ, ദെൻ ഡി ഓപ്ഷൻ പറയുന്നത് എഫക്റ്റീവ് ഡെമോൺസ്ട്രേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് കൺസെപ്റ്റ്സ് ബൈ ദി ടീച്ചർ. അപ്പോൾ ഇവിടെ ഏറ്റവും സ്യൂട്ടബിളായിട്ട് വരുന്ന ആൻസർ ഏതായിരിക്കും വരിക? നറേറ്റീവ്സ് ഉണ്ട് അല്ലേ? ഷുവറാണ്, നറേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ നറേറ്റീവ്സ് ത്രൂ പോകുന്ന സമയത്ത് തന്നെ കുട്ടികൾ എൻഗേജ്ഡ് ആയിരിക്കും. കുട്ടികൾ നല്ല ജോയ് ആയിട്ട് അതെന്ത് ചെയ്യും, അത് എൻഗേജ് ചെയ്ത് അത് പഠിക്കാൻ ശ്രമിക്കും. എന്താണ് ഇനി അടുത്തത് എന്നുള്ള ആ ഒരു അവർക്ക് അറിയാനുള്ള ആ ഒരു എന്തുണ്ടായിരിക്കും, ആ ഒരു ജിജ്ഞാസ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണ് ഉണ്ട്. ദെൻ സ്റ്റോറീസ്, അതും പറഞ്ഞു നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ആ ഒരു സ്റ്റോറി കൈൻഡ് ഓഫ് ആ ഒരു രീതിയിലാണ് ടെക്സ്റ്റ് ബുക്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതെന്ന് തന്നെ ഇവരുടെ ഒരു എൻതൂസിയാസം വർദ്ധിപ്പിക്കാനും ലേണിങ്ങിലേക്കുള്ള അവരുടെ ഒരു ആ ഒരു ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ പറയുന്നുണ്ട് എഫക്റ്റീവ് എക്സ്പ്ലനേഷൻ ഓഫ് കൺസെപ്റ്റ്സ് ബൈ ടീച്ചർ. ഇങ്ങനെ ആ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചുമ്മാ ടീച്ചർ ഇങ്ങനെ പറയുന്നത് കുട്ടികളുടെ ഒട്ടും എൻഗേജ് ചെയ്യിപ്പിക്കാതെ ടീച്ചർ ഇങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ഫുൾ ബോറായിരിക്കും അല്ലേ ആ ഒരു ക്ലാസ്. അവർക്ക് ആ ഒരു ലേണിങ്ങിലേക്കുള്ള ആ ഒരു ഇൻട്രസ്റ്റ്, ചില കുട്ടികൾ അത് ഇൻട്രസ്റ്റോടെ കേൾക്കുന്നു, ബട്ട് എല്ലാവരുടെയും ഇൻട്രസ്റ്റ് പിടിച്ചു പറ്റാൻ അവിടെ സാധിക്കുന്നില്ല. ഇനി അടുത്ത പറഞ്ഞ എഫക്റ്റീവ് ഡെമോൺസ്ട്രേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് കൺസെപ്റ്റ്സ് ബൈ ടീച്ചർ ഈ ഒരു കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക ഒക്കെ ചെയ്യുക. ടീച്ചർ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ മാത്രം പോരാ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം പോരാ, കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കൂടി അവിടെ എന്ത് ചെയ്യണം, അഷ്വർ ചെയ്യണം. കുട്ടികൾക്ക് ഇപ്പോൾ ഈ സ്റ്റോറീസും നറേറ്റീവ്സും ഒക്കെ കൊടുക്കുന്ന വഴി കുട്ടികളോട് അതൊന്ന് വായിക്കാൻ പറയുക. കുട്ടികൾ വായിച്ചത് അതെന്താ നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചോദിക്കാനൊക്കെ ഉള്ള സ്കോപ്പുകളുണ്ട്. പക്ഷേ ടീച്ചർ അവിടെ നിന്ന് ചുമ്മാ ഈ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്ന വഴി കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ അവിടെ കുറയാണ്. അപ്പോൾ കുട്ടികൾക്ക് അതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ എന്ത് ചെയ്യും, ആ ഒരു ലേണിങ്ങിലുള്ള ഇൻട്രസ്റ്റ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് എ ആൻഡ് ബി ആണ്. ഏതാണ്? 4th വൺ, എ ആൻഡ് ബി. ഓക്കെ, നറേറ്റീവ്സിലൂടെയും സ്റ്റോറിയിലൂടെയാണ് കുട്ടികളിലേക്ക്, പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളിലേക്ക് EVSലെ തീംസ് എത്തിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അല്ലെങ്കിൽ ആർ ദ മോസ്റ്റ് എഫക്റ്റീവ് റിസോഴ്സ് ഫോർ EVS ലേണിംഗ്. EVS ലേണിങ്ങിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു EVS എന്ന് പറഞ്ഞതിൽ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടി പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക്, നാച്ചുറൽ, സയൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും കുട്ടി പഠിക്കുന്നതിന് ആ കുട്ടിയുടെ ചുറ്റുപാടിലുള്ള കാര്യങ്ങളെല്ലാം കുട്ടി പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ചുറ്റുപാടിലുള്ള കാര്യങ്ങളെല്ലാം എന്താണ്, EVS ലേണിങ്ങിലുള്ള ഓരോരോ റിസോഴ്സുകളുമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് ഫാമിലി മെമ്പേഴ്സ്, സെക്കൻഡ് വൺ പറയുന്നത് മെമ്പേഴ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി, തേർഡ് വൺ പറയുന്നത് ന്യൂസ് പേപ്പർ, ദെൻ ഫോർത്ത് പറയുന്നത് ക്ലാസ് റൂമാണ്.
അപ്പോൾ നോക്കൂ, ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. ബിഹേവിയറലായിട്ടുള്ള കാര്യങ്ങൾ, സൊസൈറ്റി. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ ഒരു സൊസൈറ്റീൻ്റെ പ്രൈമറി ഫോം എന്ന് പറയുന്നത് ഫാമിലിയാണ്, കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഒത്തിരി കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, ഒരുപാട് ബിഹേവിയറലായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരുപാട് ഇപ്പോൾ ഒരു എൻവിറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയുന്ന ധാർമ്മികമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ വീട്ടിൽ നിന്ന് പഠിച്ചു വരുന്നുണ്ട്. അതുപോലെ ഈ വീട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല ആക്ടിവിറ്റീസും കുട്ടികൾ അത് കണ്ടുകൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ലേണിംഗ് റിസോഴ്സ് തന്നെയാണ്. ദെൻ മെമ്പേഴ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി, ആ കുട്ടിയുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ്, അവരുടെ ആക്ടിവിറ്റീസ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കുട്ടി കണ്ടാണ് വളരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും അതും എന്താണ്, ഈ ഒരു US ലേണിങ്ങിനുള്ള എഫക്റ്റീവ് ലേണിംഗ് ആണ്. എന്താണ്, റിസോഴ്സാണ്. ദെൻ ന്യൂസ് പേപ്പേഴ്സ് ഓഫ് കോഴ്സ് അല്ലേ. ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന് കുട്ടിക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. പുതിയ ഇൻഫർമേഷൻസ് ഓരോ ദിവസവും കുട്ടി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് പേപ്പേഴ്സ് വഴി. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സും എന്താണ്, എഫക്റ്റീവായിട്ടുള്ളൊരു റിസോഴ്സാണ്. ദെൻ പറയുന്നത് ക്ലാസ് റൂം എന്നാണ്. ഓക്കെ, ഈ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ പിയർ ഗ്രൂപ്പ്സ് ആണ് അല്ലേ ക്ലാസ് റൂമിൽ ഉണ്ടാവുക. അപ്പോൾ കുട്ടികൾ അവരെല്ലാവരും ഒരേ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു A പറയുന്നൊരു കുട്ടിക്ക് B പറയുന്ന കുട്ടികളിൽ നിന്നും കിട്ടാവുന്ന ഇൻഫർമേഷൻ ഈസ് വെരി ലെസ്. അവർ രണ്ടുപേരും പിയർ ഗ്രൂപ്പ്സ് ആണ്. അവർക്കുള്ള നോളേജ് വിൽ ബി ഓൾസോ ലെസ് അല്ലേ. അപ്പോൾ അവർക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ അവിടെ മുതിർന്ന ആൾക്കാരുള്ള ഫാമിലിയിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന്, അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്നതും, അതുപോലെ ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസോഴ്സിനേക്കാൾ എത്രയോ കുറവാണ് ഈ പറയുന്ന പിയർ ഗ്രൂപ്പ്സിൽ നിന്ന് കിട്ടുന്ന ലേണിംഗ് റിസോഴ്സ്. പിയർ ഗ്രൂപ്പ്സിന് ലേണിംഗ് റിസോഴ്സായിട്ട് നമുക്ക് അത്രയും ലോ ലെവലിൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഓക്കെ, അവർക്കൊരു പെർഫെക്റ്റ് EVS ലേണിങ്ങിനുള്ള റിസോഴ്സായിട്ട് പിയർ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ക്ലാസ് റൂമിലുള്ള കുട്ടികളെ ക്ലാസ് റൂമിനെ കാണാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതൊക്കെയായിരിക്കും? എയും ബിയും സിയും ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 1 ആണ്, A, B ആൻഡ് C. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഞാൻ പറഞ്ഞല്ലോ ബേർഡ്സിന് റിലേറ്റ് ചെയ്തിട്ടും അതുപോലെ പ്ലാന്റ്സ്, ചില ആനിമൽസിനെ റിലേറ്റ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബേർഡ്സ് സ്പീഷീസ് മൂവ്സ് ഇറ്റ്സ് നെക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് വിത്ത് എ ജെർക്ക്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് അല്ലേ. മുന്നിലേക്കും പിന്നിലേക്കും ഒരു ജെർക്കിങ്ങോട് കൂടി അതിൻ്റെ നെക്ക് മൂവ് ചെയ്യുന്ന ബേർഡ് ഏതാണ് എന്നുള്ളത് നമ്മൾ യൂഷ്വലി കാണുന്നതാണ് അല്ലേ. ഏതാണ്? മൈനയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് ലിസ്റ്റ്. ടോട്ടോയ്സ്, ക്രോക്കോഡൈല്, ക്രോ, ഡക്ക്, ഫിഷ്. ഏതൊക്കെയാണ്? ടോട്ടോയ്സ് ഉണ്ട്, ക്രോക്കോഡൈൽ ഉണ്ട്, ക്രോ ഉണ്ട്, ഡക്ക് ഉണ്ട്, ഫിഷ് ഉണ്ട്. ഇൻ ദിസ് ലിസ്റ്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി അതർ. ഏതാണ് ഒന്നിൽ നിന്നും മറ്റൊന്നുമായിട്ട് നോക്കുന്ന സമയത്ത്, കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഏതാണ്, അല്ലെങ്കിൽ വിച്ച് ഈസ് ദി ഓഡ് വൺ എന്നതാണ് ചോദ്യം. ഏതൊക്കെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള? ടോട്ടോയ്സ് ഉണ്ട്, പിന്നെ ക്രോക്കോഡൈൽ ഉണ്ട്, ദെൻ ക്രോ ഉണ്ട്, ഡക്ക് ഉണ്ട്, ഫിഷ് ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ. പല രീതിയിൽ നമുക്ക് നോക്കാം. ഒന്ന്, ക്രോ എന്ന് പറയുന്നത് മാത്രമേ ഇതിൽ പറക്കുന്ന ഒന്നുള്ളൂ. മറ്റുള്ളവരെല്ലാവരും എന്താണ്, വെള്ളത്തിൽ ജീവിക്കുന്നവരാണ്. വെള്ളത്തിലും കരയിലും ജീവിക്കുന്നവരുണ്ട്. പക്ഷെ നോക്കുന്ന സമയത്ത് വെള്ളത്തിൽ ജീവിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ ക്രോ എന്ന് പറയുന്നത് എന്താണ്? പറക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് വരെ ആൻസർ ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഫോർത്ത് വൺ ക്രോ ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത സെറ്റ് നമുക്ക് അടുത്തൊരു പാർട്ടിൽ നോക്കാം അല്ലേ. ഓക്കെ.